അതെന്താ പൊട്ടിയ പപ്പടം? അത് പൊട്ടിച്ച് തിന്നാനുള്ളതല്ലേ? അതങ്ങനെ ശരിയാവും? ഞങ്ങള് കൊല്ലത്തുകാരാണ്, അറിഞ്ഞൂടെ? മലപ്പുറം ചെയ്യുന്നു. ഞങ്ങള് പൊട്ടിയ പപ്പടം ഒന്നും കഴിക്കത്തില്ല. പോയി പൊട്ടാത്ത പപ്പടം കൊണ്ടുപോയി ചെല്ലി ചെല്ലി. ചുവടൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്നേ. അടുത്ത ഒരു വഴക്കിനുള്ള എല്ലാം ഒപ്പിച്ചു വെച്ചപ്പോ ഉണ്ട്. അതെന്തുവാ? അച്ചാറ് വിളമ്പിയില്ല. ദൈവമേ, ഇനി അതും കുറ്റമാണ്. പിന്നെ ഈ അച്ചാറ് കിട്ടാത്തതിന്റെ പേര് വഴക്കിടണം. മുണുങ്ങ്. ഒരു വലിയ വഴക്ക് ഒഴിവാ. നോക്കി കണ്ടുമൊക്കെ ചെയ്യണ്ടേ? ഞങ്ങള് കൊല്ലം ജില്ലക്കാരാന്ന് അറിയത്തില്ല. ഇത്രയും പ്രശ്നക്കാരാന്ന് എനിക്കറിയത്തില്ലായിരുന്നു. കൊച്ചു കുട്ടികൾക്ക് വരെ അറിയാവുന്ന കാര്യങ്ങളാണ്. ഈശ്വര കാത്ത് രക്ഷിക്കണേ എന്നെ. അമ്മ, ആ ബിഗ് ബോസിലെ നല്ല അടിപൊളി ടോപ്പ് കിടക്കുന്നു, കണ്ടിട്ട് കൊതിയാവുന്നു. അവനോട് എന്ന് പറ പൈസ തരാൻ. ഓ, ഞാൻ എത്ര ദിവസം കൊണ്ട് പറയുക, മേടിച്ചു തരത്തുമില്ല, വഴക്കും കേൾക്കും. ചില സമയത്ത് എടുത്ത് കിണറ്റിലിടാൻ തോന്നും. കൂടുതൽ നേളിക്കുമ്പോഴേ എടുത്ത് കിണറ്റിൽ അങ്ങനെ അത് വിട്, ഇതിനൊരു വഴി പറഞ്ഞതാ. എനിക്ക് എപ്പോഴും ഒന്നും ഇതിനുള്ള ഐഡിയ പറഞ്ഞു തരാൻ പറ്റത്തില്ല. വാ, കാണിച്ചു തരാം. മോനെ, ആ അഞ്ജുവിനെ സുഖമില്ലായിരിക്കുമല്ലേ? ആണോ? അയ്യോ, മരുന്ന് മേടിക്കാൻ എന്തെങ്കിലും ഒന്ന് കൊടുക്കണ്ടായോ? എന്താ പറയാ, എന്താ കൊടുക്കണം? മോൻ എന്തെങ്കിലും ഇനി തന്നാ മതി, അമ്മയും കൊടുത്തേ. ശ്രീജയ്ക്ക് ഇങ്ങനെയുള്ള കാര്യത്തിലൊന്നും ഒരു ശ്രദ്ധയില്ല. സ്വന്തം കാര്യം ഇത് കൊടുക്കും. ശ്രദ്ധിക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും. ആരറിഞ്ഞിതൊക്കെ? 1000 കിട്ടി. എത്ര ടോപ്പിന്? 750. ബാക്കി ഞാനോടെ തരാം. ഒരു കാര്യം കൂടെ മേടിക്കണം. അല്ലമ്മേ, ആരാ ഈ അഞ്ജു? അതാ ദൃശ്യത്തില് ജോർജ് കുട്ടിയുടെ മോള. ഭയങ്കരം തന്നെ. നമ്മള് കാര്യം പറഞ്ഞാൽ മതി, അത് ശരിയായിരിക്കാൻ നിൽക്കാം. പാടം ഒന്ന്. നല്ല മഴ, ചൂട് കാപ്പി കിട്ടിയായിരുന്നു കുടിക്കായിരുന്നു. കേട്ടില്ലെന്ന് തോന്നുന്നു. അമ്മ, എനിക്ക് കുടിക്കാൻ ഇച്ചിരി വെള്ളം എടുക്കണേ. ചെറിയ ചൂട് വേണേ. റീജല്ലേ ഇട്ടിരിക്കുന്നത്, അങ്ങോട്ട് പറ. എന്താ, ഞാനിവിടുന്ന് എണ്ണിക്കണം? എന്താ എഴുന്നേറ്റ? എനിക്ക് കുറച്ച് വെള്ളം വേണം. ഓ, ഇനി അതിന്റെ പേര് വഴക്ക് വേണ്ട. ശ്രീജയ്ക്ക് എന്താ വേണ്ട? ചായ ആണോ കാപ്പിയാണോ? കാപ്പി ആയിക്കോട്ടെ. എന്നാ എനിക്ക് ചായ വേണം. A few moments later. എന്തെങ്കിലും വേണേ പറഞ്ഞാൽ മതി, ആ മണ്ടനെ കൊണ്ട് നമുക്ക് ചെയ്യിക്കാം. തെക്കേ കിടന്ന് ഒരു മിച്ചറൂടെ അങ്ങ് മേടിപ്പിച്ചാല്. ഉറക്കം പറഞ്ഞില്ലേ, കയറി പിടിച്ചോളൂ. ഷർട്ടെല്ലാം അങ്ങ് ചെറുതാവും. ഒരെണ്ണം പോലും ഇടാൻ പറ്റുന്നില്ല. ഷർട്ട് ഒരിക്കലും ചെറുതാവത്തില്ല, വണ്ണം കൂടുന്നുണ്ടോ? അതങ്ങ് പറഞ്ഞാ പോരെ. അപ്പോഴല്ലേ ഷർട്ട് ചെറുതാവുന്നത്. എത്ര ഉണ്ട് വെയിറ്റ് ഇപ്പൊ? 86 കിലോ. ജിമ്മിൽ പോകാൻ തുടങ്ങിയപ്പോ എത്ര ഉണ്ടായിരുന്നു? 80. ജിമ്മിൽ പോകാൻ തുടങ്ങിയപ്പോഴേ ഭയങ്കര വിശപ്പ്. അങ്ങോട്ട് കഴിച്ചു കൊടുക്ക്. ഇപ്പൊ കുറച്ച് പരിഞ്ഞിലൊക്കെ വെച്ച് ഒട്ടും വിട്ടു കൊടുക്കരുത്. അമ്മ, ഈ ഷർട്ട് ഒന്ന് അഴിച്ചു വിട്ട് റെഡിയാക്കി താമ. ഈ ബ്ലൗസ് ഇപ്പൊ കൊടുക്കണ്ടതാ, പറ്റത്തില്ല. ഓ, ഒന്ന് റെഡിയാക്കി തരാം. എനിക്ക് ഇട്ടോണ്ട് പോകാനുള്ളതാ. ഇനി എടുക്ക്. ഷർട്ട് ഇങ്ങോട്ട് മേടിച്ചാ. എന്തോ അമ്മ കാണിച്ചു വെച്ചത്? ഇപ്പൊ ശരിയായി, ഷർട്ട് ചെറുതായി. അയ്യോ, ബ്ലൗസ് കഴിച്ച കൂട്ടത്തിൽ ഒന്ന് ഓർത്ത് ചെയ്യണ്ടായിരുന്നോ?
എന്റെ ഓർമ്മ ഞാൻ മറന്നു